വീട് ഞങ്ങൾ ആദ്യം കണ്ടപ്പോഴത്തേക്ക് വളരെ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഇങ്ങനെയൊരു ചേഞ്ച് ഈ വീട്ടിലുണ്ടാവുന്നുള്ള തീരെ പ്രതീക്ഷിച്ചില്ല. ആ ഫൈനൽ ഔട്ട്കം ഈ വർക്കെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വലിയൊരു ചേഞ്ചായിരുന്നു. കാരണം ഒരു ലൈഫിനെ അപ്ഗ്രേഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചേഞ്ചായിരുന്നു ഈ വീടിൻ്റെ ടോട്ടൽ ഇൻറ്റീരിയേഴ്സിൽ വന്നത്. ഇനീഷ്യലി ഞങ്ങൾ ആക്റ്റീവ് ഡിസൈൻസായിട്ട് ആദ്യം പരിചയപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ 5-6 വർഷം മുമ്പായിരുന്നു, ഈ പ്രോജക്ട്സിൻ്റെ ഒത്തിരി നാൾ മുമ്പ്. അപ്പോൾ ഞാൻ ആ സമയത്ത് വേറെ കുറച്ച് ഡിസൈനേഴ്സ് ഇൻക്ലൂഡിങ് ആക്റ്റീവ് ഡിസൈൻസിൽ ഞാൻ വിളിക്കാൻ ശ്രമിച്ചു. അപ്പോൾ നെറ്റിൽ എനിക്ക് നമ്പർ കിട്ടി ആൻഡ് ഐ കോൾഡ് ആക്റ്റീവ് ഡിസൈൻസ് നമ്പർ. ഫോർച്ചുനേറ്റ്ലി ഇറ്റ് വാസ് പ്രിൻസിഡൻ എന്ന കയ്യിലുള്ള നമ്പറായിരുന്നു. ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഷീ റെസ്പോണ്ടഡ്. പ്രവീൺ സർ എന്ന് പറഞ്ഞിട്ട് പേര് വിളിച്ച് പറഞ്ഞു. ഇറ്റ് വാസ് ആക്ച്വലി എ സർപ്രൈസ്. ഒരു കസ്റ്റമറിന് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഓർക്കുക, നമ്മളെ പറ്റി ആ പ്രോജക്റ്റിനെ പറ്റി സംസാരിക്കുക അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം, എനിക്കതിന് വലിയ അതിശയമായിപ്പോയി. ഇൻഫാക്ട് ഇറ്റ് വാസ് എ ടിപ്പിംഗ് പോയിന്റ്. ഈ വീട്ടിൽ ആദ്യം കയറി വന്നപ്പോഴത്തേക്ക് എൻ്റെ മക്കൾ പറഞ്ഞ് ഇതൊരു ഹോട്ടലായി മാറിയോ എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. കാരണം അത് അവരുടെ സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല, നമുക്ക് മനസ്സിൽ തോന്നി അവർ വിളിച്ചു പറഞ്ഞു എന്ന് മാത്രം. റൂമിലേക്ക് വന്നപ്പോഴത്തേക്കിനും എന്താ പറയുക, ആസ് മൈ ഫാദർ സെഡ്, ഇങ്ങനെ ഒരു ഹോട്ടൽ പോലെ ആയിരുന്നു. കാരണം ഇങ്ങനെ റീൽസ് കാണുമ്പോഴത്തേക്കിനും ഇങ്ങനത്തെ ഓരോ റൂംസൊക്കെ ഞാൻ കാണും. അപ്പം ഞാനും വിചാരിക്കും ഇങ്ങനെ ഒരു റൂം കിട്ടിക്കഴിഞ്ഞുള്ള ഒരു എന്താ പറയുക, ആ ഒരു എക്സ്പീരിയൻസ് അത് നന്നായിട്ടിരിക്കുന്നു വിചാരിച്ചു. ബെഡൊക്കെ ഭയങ്കര സെറ്റും ഈ വാളൊക്കെ ഷെൽഫൊക്കെ അല്ലേ, വലിയ ഷെൽഫ് കാണുമ്പോഴേക്ക് എന്താ എനിക്ക് സ്വന്തം ഷെൽഫ് കിട്ടി, സ്വന്തം ഡ്രസ്സ് വെക്കാമെന്ന് വിചാരിച്ച് നല്ല സന്തോഷമാണ് എനിക്ക്. എൻ്റെ വീട്ടിലെ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഓപ്പൺ കിച്ചൺ. എൻ്റെ ഹൈറ്റിനനുസരിച്ചാണ് ഇവിടെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും വന്നിരിക്കുന്നത്. എനിക്കിഷ്ടപ്പെട്ട കളറും കൊടുത്തിട്ടുണ്ട്, ഒലിവ് ഗ്രീൻ. അതുപോലെ തന്നെ ഷെൽഫും എല്ലാം എൻ്റെ സൗകര്യത്തിനനുസരിച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്കെല്ലാം അറേഞ്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന് താഴെ ഇവിടെ ഇപ്പോൾ ഒരു സ്പേസ് കൊടുത്ത് അങ്ങനെ ഇവിടെ സെറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ഡോറും വെച്ച് അങ്ങനെ ലാസ്റ്റ് ഇവിടെ ഒരു സ്പേസ് കണ്ടെത്തി. From the beginning, it was very professional work, in fact, by Active Designs. അപ്പോൾ ഓരോരോ സ്റ്റേജിൽ എന്തൊക്കെ ആണ് ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെ ചെയ്തു കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങൾ അവർ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. വി ഹാഡ് എ വെരി ടൈറ്റ് ടൈം ലൈൻ. അതൊരു വലിയ കൺസേൺ ആയിരുന്നു. ബട്ട് ദേ ഹാവ് മാനേജ് ദിസ് ടൈം ലൈൻ ബിക്കോസ് അതിൽ ഇൻറ്റീരിയേഴ്സ് മാത്രമല്ല, സിവിൽ വർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതെല്ലാം കൂടി ചേർത്താണ് ഈ ടൈം ലൈൻസിൽ അവർ ചെയ്തിരിക്കുന്നത്. സേവിയർ സർ ഹീസ് വെരി അക്കോമഡേറ്റീവ്. The first time Xavier sir ne kandu, ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്ക് one main important thing he said, it is a gentleman's word. So that struck me most. Our collaborated approach ആയതുകൊണ്ട് what we wanted was fitting into their concept, and their concept we were able to appreciate, and it was a very pleasant experience. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, because now we are living that experience. അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. താങ്ക് യു പ്രവീൺ സർ, വിനിത മാം. നിങ്ങൾ രണ്ടുപേരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഓഫീസിൽ വരുമ്പം തന്നെ നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്തത് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റി. സെയിം തന്നെ നിങ്ങളുടെ ഒരു എനർജി ലെവൽ ആയിക്കോട്ടെ, എക്സൈറ്റ്മെൻറ്റ് കാരണമാണ് ഈ പ്രോജക്റ്റ് ഇത്രയും ഷോർട്ട് ടൈമിൽ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. സോ താങ്ക് യു. ഈ പ്രോജക്റ്റ് ത്രൂ ഔട്ടായിട്ട് നിങ്ങൾ നമ്മളോട് കാണിച്ച അപ്രിസിയേഷനും മോട്ടിവേഷനും അപാരമാണ്. എല്ലാ പ്രോജക്റ്റുകളും നല്ല രീതിയിൽ തന്നെയാണ് എൻഡ് ചെയ്യുന്നതെങ്കിലും ഒരു പ്രോജക്റ്റ് തുടങ്ങി അവസാനിക്കുന്ന വരെയുള്ള ഒരു ക്ലയൻറ്റിൻ്റെ ആങ്സൈറ്റീസും ക്ലാരിഫിക്കേഷൻസും ക്വസ്റ്റ്യൻസും എല്ലാം നിങ്ങൾ വളരെ മനോഹരമായിട്ടാണ് നമ്മുടെ ഗ്രൂപ്പിൽ അവതരിപ്പിച്ചതും ഞങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. നിങ്ങൾ കാണിച്ച അതേ എന്തൂസിയാസം ത്രൂ ഔട്ട് ദ പ്രോജക്റ്റ് ഞങ്ങൾക്ക് നിലനിർത്താനും പറ്റി. ഈ 2.5 മാസം കൊണ്ട് നമ്മൾ ടാർഗറ്റ് ചെയ്ത ഈ പ്രോജക്റ്റ് അതിലും മുമ്പ് തീർക്കാൻ പറ്റിയെങ്കിൽ നിങ്ങൾ നമ്മളിലോട് കാണിച്ച ആ ട്രസ്റ്റും ആ ഈസിനെസ്സും തന്നെയാണ് നമ്മൾക്ക് ഓരോ ദിവസവും മോട്ടിവേഷനായി മാറിയത്.